അസ്സലാമു അലൈക്കും. സൂറ സുഖ്റുഫ് മക്കയിൽ അവതരിച്ചത് 89 ആയത്തുകളുണ്ട്. മക്കയിലെ നിഷേധികൾ റസൂലിനെതിരെ വധശ്രമം നടത്തിക്കൊണ്ടിരുന്ന ആ സന്ദർഭത്തിലാണ് ഈ സൂറ അവതരിച്ചത്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ ജഅൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. നിശ്ചയമായും നാം ഇതിനെ അറബി ഭാഷയിലുള്ള ഖുർആൻ ആക്കിയിരിക്കുന്നു, നിങ്ങൾ ഗ്രഹിക്കേണ്ടതിന്. അപ്പോൾ ഓരോ ജനതയിലേക്കും അവരുടെ ഭാഷ ഏതാണോ ആ ഭാഷയിലാണ് ഖുർആൻ അവതരിച്ചിരുന്നത്. വ ഇന്നഹു ഫി ഉമ്മുൽ കിതാബി ലദൈന ലഅലിയുൻ ഹക്കീം. ഉമ്മുൽ കിതാബ് എന്ന് പറയുന്നത് എല്ലാ പ്രവാചകന്മാർക്ക് അവതരിപ്പിച്ച എല്ലാ വേദഗ്രന്ഥങ്ങളും ഉമ്മുൽ കിതാബിൽ നിന്നാണ് അള്ളാഹു അവതരിപ്പിച്ച് ഇരുന്നത്. അത് ലൗഹുൽ മഹ്ഫൂദ് എന്നും പറയാം. അഫനദ്രിബു അൻകുമു ദിക്ര സഫ്ഹൻ അൻ കുൻതും ഖൗമൻ മുസ്രിഫീൻ. നിങ്ങൾ അതിക്രമികളായ സമൂഹമായി തീർന്നതിൽ കോപിച്ച് നാം ഈ സതുപദേശം അയച്ചു തരുന്നത് നിർത്തിക്കളയുകയോ? അന്ധകാരങ്ങളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നതിനു വേണ്ടി ആ മാർഗദർശകന് തൻ്റെ വചനങ്ങൾ ഇറക്കിക്കൊടുക്കുന്നു. അതുവഴി അവർക്ക് അവരുടെ മൂഢമായ ഊഹാപോഹങ്ങളുടെ അതിൽ നിന്നും അവരുടെ പ്രജ്ഞാശൂന്യതയിൽ നിന്നും എല്ലാം അവർക്ക് മോചനം നേടാം. ശരിക്കും പറഞ്ഞാൽ അവർക്കത് ഗുണമാണ്. അവരത് അറിയുന്നില്ല. അവരതിനെ വെറുക്കുകയും എതിർക്കുകയും നശിപ്പിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കുട്ടികൾക്ക് പച്ചക്കറികൾ കഴിക്കാൻ ഭയങ്കര മടിയാവും. എന്നാലും അവർക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് നമ്മളത് കൊടുക്കാതിരിക്കുന്നില്ല. വീണ്ടും വീണ്ടും പല രീതിയിൽ അവർക്ക് കൊടുത്ത് കഴിയുമ്പോൾ പിന്നീട് അവർക്കത് ഇഷ്ടമാവും. അത് അവരുടെ ശരീരത്തിന് ഗുണമാവും. അതേപോലെ തന്നെ അവർക്കത് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് അള്ളാഹു ഇത് ഖുർആൻ ഇറക്കുന്നത് നിർത്തുന്നില്ല. അതുപോലെ നമ്മൾ ഇപ്പോൾ പ്രവാചകനാണെങ്കിലും അത് അവസാനം വരെ പ്രവാചകൻ്റെ ദൗത്യം പൂർണ്ണമായി നിറവേറ്റി. എന്തെല്ലാം എതിർപ്പുണ്ടെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ ആകണം. എന്തെങ്കിലും ഇപ്പോൾ ഖുർആൻ എത്തിക്കുന്ന കാര്യത്തിൽ അവർക്ക് താല്പര്യം ഇല്ല എങ്കിലും നമ്മളത് കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി, അത് നമ്മൾ നിറവേറ്റുന്ന ഒരു ഇതിലേക്ക് എത്തുകയും ചെയ്യും. ഇത് നിരന്തരം കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും കഴിയുമ്പം അത് ആൾക്കാരുടെ ഉള്ളിൽ അത് കയറുകയും അവരതിനെ ഇഷ്ടപ്പെടുകയും പിന്നെ ആ മാർഗത്തിലേക്ക് അവർക്ക് ചരിക്കുകയും ചെയ്യും. പിന്നെ അതിൻ്റെ ആസ്വാദനത്തിൽ എത്തിക്കഴിയുമ്പോഴേ അതിൻ്റെ ഗുണം എന്താണെന്നും അവർക്ക് മനസ്സിലാവുകയുള്ളൂ. നമുക്ക് അപരിചിതമായ ഒരു പരിചയമില്ലാത്ത ഒരു സംഭവത്തിനോട് മാനസികമായിട്ട് നമുക്കൊരു അടുപ്പം ഉണ്ടാവില്ല. നമ്മൾ വേണ്ട സമയമെടുത്ത് അത് കേട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ഖുർആൻ എന്ന് നമുക്ക് മനസ്സിലാവുകയും അതിൻ്റെ അന്തസത്ത നമുക്ക് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും അത് നമ്മുടെ എല്ലാ വിഷമങ്ങളും മാറ്റുകയും നമ്മുടെ എല്ലാത്തിനും ഒരു ശിഫ ആക്കുകയും നമ്മുടെ മനസ്സിനെപ്പോഴും ഒരു നല്ലൊരു സ്വാന്തനം നൽകുന്ന ഒരു സംഭവമാണ് ഖുർആൻ. വകം അർസൽനാ മിൻ നബിയ്യിൻ ഫിൽ അവ്വലീൻ വമാ യഅതീഹിം മിൻ നബിയ്യിൻ ഇല്ലാ കാനൂ ബിഹി യസ്തഹ്സിഊൻ ഫഅഹ്ലക്നാ അശദ്ദ മിൻഹും ബത്ശൻ വമളാ മസലുൽ അവ്വലീൻ. പൂർവ്വ സമുദായങ്ങളിലും നാം എത്രയോ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കിടയിൽ ചെന്നിട്ടുള്ള ഒരു പ്രവാചകനെയും അവർ പരിഹസിക്കാതിരുന്നിട്ടില്ല. അങ്ങനെ ഇവരെക്കാൾ എത്രയോ പരാക്രമികളായിരുന്നവരെ നാം നശിപ്പിച്ചിട്ടുണ്ട്. പൂർവ്വ സമുദായങ്ങളുടെ ഉദാഹരണങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദൻ വജഅല ലക്കും ഫീഹാ സുബുലൻ ലഅല്ലക്കും തഹ്തദൂൻ. നീ ഈ ജനത്തോട് വനങ്ങൾ സൃഷ്ടിച്ചതാരെന്ന് ചോദിച്ചാൽ പറയും, അജയ്യനും സർവജ്ഞനുമായ ആ ശക്തിയാണ് അവയെ സൃഷ്ടിച്ചത്. ഭൂമിയെ നിങ്ങളുടെ തൊട്ടിലാക്കി തന്നതും അതിൽ നിങ്ങൾക്ക് ലക്ഷ്യസ്ഥാനങ്ങൾ പ്രാപിക്കാൻ പാതകൾ ഒരുക്കിയതും അവനാണല്ലോ. ഈ സത്യനിഷേധികളോട് ഈ ആകാശഭൂമികളൊക്കെ സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അവർ അള്ളാഹു തന്നെയാണ്, തീർച്ചയായും അള്ളാഹു തന്നെയാണെന്ന് പറയും. പക്ഷെ അവർ ചെയ്യുന്ന തെറ്റ് എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനെ കൂടാതെ മറ്റ് ആരാധ്യരെ സ്വീകരിക്കുകയും അവരെ വിളിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ തെറ്റ്, അവർ ചെയ്യുന്ന തെറ്റ്.
അള്ളാഹു ഭൂമിയെ ഒരു തൊട്ടിൽ പോലെ നമുക്ക് വാസയോഗ്യമാക്കിയിരിക്കുന്നു. ഈ ഭൂമി ഇത്രയും കറങ്ങുന്നുണ്ടെങ്കിലും നമുക്കത് ഫീൽ ചെയ്യാത്ത രീതിയിൽ അള്ളാഹു ഇതെല്ലാം നമുക്ക് സജ്ജീകരിച്ച് തന്നിരിക്കുന്നു. പർവ്വതങ്ങൾക്കിടയിലെ ഇടുക്കുകളും മലമ്പ്രദേശങ്ങളിലെയും സമതലങ്ങളിലെയും നദികളും അള്ളാഹു ഭൂമിയുടെ പ്രതലത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രകൃതിപരമായ വഴികളാവുന്നു. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളും ഒരേപോലെ ഇരുന്നാൽ നമുക്ക് വഴികൾ പോലും തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നില്ല. വല്ലദീ നസ്സല മിനസ്സമാഇ മാഅൻ ബിഖദരിൻ ഫഅൻശർനാ ബിഹി ബൽദതൻ മൈത കദാലിക തുഖ്റജൂൻ. മാനത്തു നിന്ന് നിശ്ചിത അളവിൽ മഴ വർഷിക്കുകയും അതുവഴി മൃതഭൂമിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവൻ. ഇപ്രകാരം ഒരു നാൾ നിങ്ങൾ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാകുന്നു. അള്ളാഹു ഓരോ തോതനുസരിച്ച് ഓരോ സ്ഥലങ്ങളിലും മഴ വർഷിപ്പിക്കുന്നു. പിന്നെ ഈ ഭൂമിയിൽ നിന്നും സസ്യങ്ങൾ മുളയ്ക്കുന്നത്, അത് നമ്മൾ മരിച്ചു കഴിഞ്ഞ് വീണ്ടും നമ്മളെ പുനരുജ്ജീവിപ്പിക്കും. അതിന് വലിയൊരു തെളിവ് തന്നെയാണ്. والذي خلق الأزواج كلها وجعل لكم من الفلك والأنعام ما تركبون لتستووا على ظهوره ثم تذكروا نعمة ربكم إذا استويتم عليه وتقولوا سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. ഈ ഇണകളെയെല്ലാം സൃഷ്ടിച്ചവൻ, കപ്പലുകളെയും കാലികളെയും നിങ്ങൾക്ക് വാഹനങ്ങളാക്കി തന്നവൻ, നിങ്ങൾ അതിൻ്റെ പുറത്ത് കയറുന്നതിനും അതിന്മേൽ ഇരുന്നു കഴിഞ്ഞാൽ റബ്ബിൻ്റെ ഔദാര്യം സ്മരിച്ചുകൊണ്ട് ഇപ്രകാരം വാഴ്ത്തുന്നതിനും ഈ സൃഷ്ടികളെ നമുക്ക് കീഴ്പ്പെടുത്തി തന്നവൻ എത്ര പരിശുദ്ധൻ. അവൻ്റെ അനുഗ്രഹമില്ലായിരുന്നുവെങ്കിൽ ഇവയെ മെരുക്കിയെടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഒരു നാൾ നമുക്ക് നമ്മുടെ റബ്ബിങ്കലേക്ക് മടങ്ങേണ്ടതുണ്ട്. ഇണകൾ എന്നതുകൊണ്ട് ഉദ്ദേശം മനുഷ്യരിലെ ആണും പെണ്ണും, ജന്തുക്കളിലെയും സസ്യങ്ങളിലെയും മാത്രം ഇണകൾ അല്ല. ജീവനില്ലാത്ത വസ്തുക്കളിലും രണ്ട് ഇതായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ഈ വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റിയതും ഇത്രയും സുഗമമായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും. രണ്ട് വൈദ്യുതി ജോഡികളാണ്. ഈ വൈദ്യുതി ജോഡികളുടെ പരസ്പരാകർഷണം അത്ഭുതകരമായ അനേകം പ്രതിഭാസങ്ങളുടെ മാധ്യമമായി തീർന്നു. ഭൂമിയിലെ സൃഷ്ടികളിൽ മനുഷ്യർക്ക് മാത്രമാണ് കപ്പലോട്ടാനും സവാരി ചെയ്യുന്നതിന് മൃഗങ്ങളെ ഉപയോഗിക്കാനും ഏകിയിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ഇപ്പം ദൂരം ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് ഓരോ സ്ഥലത്ത് നമ്മൾ പോകാനും എല്ലാം നമ്മൾ വാഹനം ഉപയോഗിക്കുന്നു. ആ വാഹനത്തിൽ കയറിയിരിക്കുമ്പോൾ ആദ്യം നമ്മൾ വിചാരിക്കണം, അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവാണ് നമുക്ക് ആ വാഹനം കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നത്. അള്ളാഹു തന്ന ഒരു അനുഗ്രഹമാണ് എന്ന ഉദ്ദേശത്തോടു കൂടി വേണം നമ്മൾ അതിൽ സഞ്ചരിക്കാൻ. തിരിച്ച് അള്ളാഹുങ്കിലേക്കാണ് നമ്മുടെ മടക്കം എന്നുള്ളതും നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. وَجَعَلُوا لَهُ مِنْ عِبَادِهِ جُزْءًا إِنَّ الْإِنْسَانَ لَكَفُورٌ مُبِينٌ. അള്ളാഹുവിൻ്റെ ചില ദാസന്മാരെ മനുഷ്യർ അവൻ്റെ സന്തതികളായി കരുതുന്നതിനാണ് അംശമാക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. أَمِ اتَّخَذَ مِمَّا يَخْلُقُ بَنَاتٍ وَأَصْفَاكُمْ بِالْبَنِينَ. അതല്ല, അള്ളാഹു തൻ്റെ സൃഷ്ടികളിൽ പെൺമക്കളെ തനിക്കായി തിരഞ്ഞെടുക്കുകയും ആൺമക്കളെ നിങ്ങൾക്ക് തരികയും ചെയ്തു എന്നോ? അവർ പറയുന്നു, മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺമക്കളാണെന്ന്. സ്ത്രീ രൂപത്തിലാണ് അവർ മാലാഖമാരുടെ വിഗ്രഹങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. وإذا بشر أحدهم بما ضرب للرحمن مثلا ظل وجهه مسودا وهو كظيم أومن ينشأ في الحلية وهو في الخصام غير مبين. അവർക്ക് പെൺമക്കളാണ് ജനിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തോ ഒരു ആക്ഷേപം പോലെയാണ് അവരുടെ അജ്ഞത മൂലം കണ്ടിരുന്നത്. അള്ളാഹുവിൻ്റെ മക്കളെ നിങ്ങൾക്ക് ജനിക്കുകയാണെങ്കിൽ ലജ്ജാവഹവും അപമാനകരവുമായി കരുതുന്ന പെൺമക്കളെന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. വീട്ടിൽ പെൺകുട്ടി ജനിച്ചാൽ നിങ്ങളുടെ മുഖം ഇരുണ്ടു പോകുന്നു, ചോർന്നു പോയതുപോലെയാവുന്നു. ചിലപ്പോൾ ജീവനുള്ള ശിശുവിനെ അപ്പാടെ കുഴിച്ചു മൂടിക്കളയുന്നു. ഈ മക്കളെയാണല്ലോ അള്ളാഹുവിൻ്റെ വിഹിതത്തിൽ വരുന്നത്. നിങ്ങളുടെ വീക്ഷണത്തിൽ നിങ്ങളെ ആക്കുന്ന ആൺമക്കൾ ആഭരണങ്ങളിൽ വളർത്തപ്പെടുന്നതും തർക്കങ്ങളിൽ സ്വന്തം വാദം തെളിയിക്കാൻ കഴിയാത്തതുമായ സന്തതിയാണോ അള്ളാഹുവിൻ്റെ വിഹിതത്തിൽ വരുന്നത്? അള്ളാഹു ഒരു ആണിനെ ആണെങ്കിലും പെണ്ണിനെ ആണെങ്കിലും എല്ലാവർക്കും അതിൻ്റേതായ വിലകളും
സ്ഥാനങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ അവരുടെ ആ ഒരു ജാഹിലിയ കാലഘട്ടത്തിൽ അവർ അങ്ങനെയൊക്കെയാണ് കണ്ടിരുന്നത്. അതുകൊണ്ട് അവർക്ക് പെൺമക്കളുണ്ടാകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ദൈവത്തിൻ്റെ മക്കൾ പെൺമക്കളാണെന്നുള്ളതൊരു വാദം അവർ ഉന്നയിക്കുകയും ചെയ്യുന്നു. وجعلوا الملائكة الذين هم عباد الرحمن إناثا أشهدوا خلقهم ستكتب شهادتهم ويسألون. കാരുണികനായ ദൈവത്തിൻ്റെ സവിശേഷദാസന്മാരായ മലക്കുകളെ കൂട്ടർ സ്ത്രീകളായി സങ്കല്പിച്ചിരിക്കുന്നു. അവരുടെ ശരീരഘടന ഇവർ കണ്ടിട്ടുണ്ടോ? ഇവരുടെ സാക്ഷ്യം എഴുതപ്പെടുന്നതാവുന്നു. തീർച്ചയായും ഇവരതിന് സമാധാനം ബോധിപ്പിക്കേണ്ടി വരും. وقالوا لو شاء الرحمن ما عبدناهم ما لهم بذلك من علم إن هم إلا يخرصون. അവർ പറയുന്നു, കാരുണികനായ ദൈവം ഇച്ഛിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും അവർക്ക് ഇബാദത്ത് ചെയ്യുമായിരുന്നില്ല. അതിൻ്റെ യാഥാർത്ഥ്യം അവർ ഉറപ്പായി അറിയുന്നില്ല. കേവലം നിഗമനങ്ങൾ തട്ടി വിടുകയാവുന്നു. സ്വന്തം കുറ്റങ്ങൾക്ക് വിധിയെ പ്രമാണമാക്കുകയാണിത്. എക്കാലത്തും കുറ്റങ്ങൾ അനുവർത്തിച്ചു കൊണ്ടിരുന്നവരുടെ സ്വഭാവമായിരുന്നു ഇത്. അവർ പറയുന്നു, ഞങ്ങൾ ദേവതകളെ ആരാധിക്കുന്നത് അള്ളാഹു ഞങ്ങളെ കൊണ്ട് അപ്രകാരം ചെയ്യിക്കുന്നത് കൊണ്ടാണ്. അവനത് ഇച്ഛിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒന്ന് ചെയ്യാൻ കഴിയുക. കൂടാതെ യുഗങ്ങളായി ഞങ്ങൾ ഇത് അനുവർത്തിച്ചു വരുന്നു. എന്നിട്ട് അള്ളാഹുവിൽ നിന്ന് ഒരു ശിക്ഷയും ഇറങ്ങിയിട്ടില്ല. ഞങ്ങളുടെ ഈ കർമ്മത്തിൽ അള്ളാഹുവിന് അതൃപ്തിയില്ല എന്നാണല്ലോ അതിനർത്ഥം. അങ്ങനെയാണ് അവർ ഒരു വാദം ഉന്നയിക്കുന്നത്. أم آتيناهم كتابا من قبله فهم به مستمسكون بل قالوا إنا وجدنا آباءنا على أمة وإنا على آثارهم مهتدون. അള്ളാഹു ചോദിക്കുകയാണ്, പ്രമാണം നൽകുന്ന വല്ല വേദവും ഇതിനു മുമ്പ് നാം അവർക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പ്രത്യുത ഇവർ പറയുന്നത് എന്തെന്നാൽ, പൂർവ്വപിതാക്കൾ ഒരു മാർഗത്തിൽ ചരിച്ചതായി ഞങ്ങൾ കണ്ടിരിക്കുന്നു. അവരുടെ കാൽപ്പാടുകളിൽ നടക്കുന്ന ഞങ്ങൾ തീർച്ചയായും സന്മാർഗസ്ഥരാകുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ടല്ലോ, അവർ തെറ്റ് ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കൂടെ അറിവ്, അള്ളാഹുവിൻ്റെ കൂടെ അറിഞ്ഞുകൊണ്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ജനം അവരുടെ മൗഢ്യം മൂലം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഈ ലോകത്ത് സംഭവിക്കുന്നതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ മശീഹത്തിന്, വിധിക്ക് വിധേയമായിട്ടാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതിയും അതിനുണ്ട്. ഈ ന്യായം ശരിയാണെങ്കിൽ ഈ ലോകത്ത് ഒറ്റ ശിർക്കും നടക്കുകയില്ല. മോഷണം, കൊള്ള, കൈക്കൂലി, കരാർ ലംഘനം തുടങ്ങിയ ഒരു മനുഷ്യനും നല്ലതെന്ന് വിചാരിക്കാത്ത മറ്റു കുറ്റങ്ങളും നടക്കുകയില്ല. അള്ളാഹു നമുക്ക് ഈ ദുനിയാവിൽ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നല്ലത് തിരഞ്ഞെടുക്കാനും ചീത്ത ഒഴിവാക്കാനും വേദഗ്രന്ഥവും നൽകിയിട്ടുണ്ട്. അതിലാണ് ശരിയും തെറ്റും നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൃപ്തിയും അതൃപ്തിയും അറിയാനുള്ള മാർഗ്ഗം ഈ ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാകുന്നു. അള്ളാഹു അവൻ്റെ ദൂതൻ മുഖേന എത്തിച്ചു തന്ന മാർഗദർശനം അള്ളാഹു ഏത് വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ധർമ്മങ്ങളെയുമാണ് ഇഷ്ടപ്പെടുന്നതെന്നും വെറുക്കുന്നതെന്നും അത് വിവരിച്ചു തരുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും വേദപുസ്തകം, ഒരു പ്രമാണവും എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ ഈ പറയുന്നതിന് തെളിവായിട്ട്? ഞങ്ങളുടെ പൂർവികർ ഇതൊക്കെ ആചരിച്ചു വന്നിരുന്നു എന്നത് മാത്രമാണ് അവരുടെ പ്രമാണം. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. പല കാര്യങ്ങളും നമ്മൾ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ നമ്മളുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത അതേപടി നമ്മൾ കോപ്പി ചെയ്ത് നമ്മൾ ആ ശീലത്തിൽ തന്നെ മുമ്പോട്ട് പോകുന്നു. ആരെങ്കിലും മറിച്ചാണെന്ന് പറഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം നമ്മുടെ മൈൻഡ് അതിനായിട്ട് നമ്മൾ ഒരുക്കി വെച്ചിട്ടില്ല. ഒരു തുറന്ന ഒരു രീതിയിൽ വിശകലനം, യഥാർത്ഥ അറിവുമായിട്ട് ഒന്ന് തട്ടിച്ച് നോക്കാൻ നമ്മൾ വില്ലിങ് ആവുന്നില്ല. ഓൾറെഡി അവർ ചെയ്തിരുന്നത് അതേപടി നമ്മൾ കോപ്പി ചെയ്ത് അത് ശരിയാണെന്നോർത്ത് നമ്മൾ അങ്ങനെ ചെയ്തു പോകുന്നു. പണ്ട് കാലങ്ങളിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ കിട്ടുന്ന അത്രയും വ്യക്തമായിട്ട് അറിവ് കിട്ടാനുള്ള ഒരു വഴി പോലും ഉണ്ടായിരുന്നില്ല. പലരും അജ്ഞതയാൽ അവർ ചെയ്യുന്നത് ശരിയാണെന്ന് ഓർത്തിട്ട് യഥാർത്ഥ അറിവില്ലാത്തതിൻ്റെ പുറത്ത് പല കാര്യങ്ങളും ചെയ്തിരുന്നു. ശരിയായ അറിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ മാറ്റത്തിരുത്തലുകൾ വരുത്താൻ നമ്മൾ എന്തായാലും തയ്യാറാവണം. ഇത് മാത്രമല്ല, മറ്റെന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ അവരുടെ ഒരു സ്വഭാവത്തിൻ്റെ പാറ്റേൺ എങ്ങനെയായിരുന്നോ അത് തന്നെ നമ്മളിപ്പം വാപ്പ എങ്ങനെയാണോ അതേപോലെ തന്നെ മക്കളാവുന്നു. അങ്ങനെയല്ല, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഖുർആനും ഹദീസും സഹാബികളുടെ ചരിത്രവും മറ്റും പഠിച്ചിട്ട്
അത് വേണം നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ. ഇനി വരുന്ന ആയത്തുകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി നേരെ വാപ്പായെ തന്നെ കോപ്പി ചെയ്യുകയല്ല ചെയ്തത്. പിതാവ് ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കി അത് തുറന്ന് പറഞ്ഞ് അതിൽ നിന്ന് വിട്ട് മാറിപ്പോവുകയാണ് ചെയ്തത്. അതാണ് നമുക്ക് ഉത്തമമായ മാതൃക വേണ്ടത്. ഇബ്രാഹിം നബിയാണ് നമ്മുടെ മാതൃക ആവേണ്ടത്. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ സമൂഹത്തിലെ സമ്പന്നരും ഭൗതിക നേട്ടങ്ങൾ ആർജിക്കുന്നതിലും അവ ആസ്വദിക്കുന്നതിലും അങ്ങേയറ്റം ആണ്ടുപോയവർ അവരുടെ ഇതനുസരിച്ച് അവർക്ക് പിന്നെ കൂടെ ഇത് പുതിയതായിട്ട് ഇങ്ങനെ ഓരോന്നൊന്നും പഠിക്കാനും അത് മാറ്റാനും ഒന്നും അവർ തയ്യാറാവുന്നില്ല. ഒന്നില്ലെങ്കിൽ മാനസികാലംഭാവമാകാം, അല്ലെങ്കിൽ ആലസ്യമാകാം, അല്ലേ, ഒന്നിലും മടിയാകാം, അല്ലെങ്കിൽ അതറിയാനുള്ള ഒരു മെനക്കെടാനൊന്നും പറ്റാത്ത ഒരിത്, പുതിയ കാര്യങ്ങൾ അറിയാനും മാറ്റത്തിരുത്തലുകളും വരുത്താനും ഉള്ള ഒരു മടി. അതുകൊണ്ട് അവർ യാഥാസ്ഥിതികത്വത്തിൻ്റെ പുറകെ അങ്ങ് അത് തന്നെ ആ സെയിം പാറ്റേൺ തന്നെ കൊണ്ടുപോകുന്നു. അതായത് നേരത്തെ നിലനിന്നു പോരുന്ന അവസ്ഥ അത് സത്യമാവട്ടെ മിഥ്യയാവട്ടെ നിലനിർത്തപ്പെടണം. പുതിയൊരു വ്യവസ്ഥ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പറ്റില്ല. പിന്നെ മറ്റൊരു കാരണം നിലവിലുള്ള ആ ഒരു ഇതുമായിട്ട് അവരുടെ താല്പര്യങ്ങൾ ദൃഢമായി ബന്ധപ്പെട്ടിരിക്കും. പ്രവാചകന്മാർ അവതരിപ്പിക്കുന്ന വ്യവസ്ഥ കണ്ടാലുടനെ അവർ ആശങ്കിക്കുന്നു, ഈ വ്യവസ്ഥ നടപ്പാക്കുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു പേര്, പ്രശസ്തി, വരുമാനം എല്ലാം നിന്നു പോകൂ. പിന്നെ അവരുടെ ഒരു വർഗീയ താല്പര്യം, അല്ലേ, ഓരോ സംഘടനാപരമായ ഒരു സ്പിരിറ്റ് ചിലപ്പം ഒരുപാട് ഓവറായിട്ട് നമ്മുടെ തലയിൽ കയറും. അതുകൊണ്ട് നമുക്കിപ്പോൾ അതിൽ നിന്ന് അതിനെ എതിർക്കുമ്പോഴും ദേഷ്യം വരും. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ഒന്നിലും അറ്റാച്ച്ഡ് ആകാൻ പാടില്ല. ഈവൻ മനുഷ്യരിൽ പോലും. കാരണം അള്ളാഹുവിനോടാണ്, റസൂലിനോടായിരിക്കണം നമ്മുടെ ഏറ്റവും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് നമ്മൾ അനുസരിക്കും. ബാക്കി എല്ലാത്തിലും നമുക്കൊരു ചേഞ്ചസ് വരുത്താൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യും. وكذلك ما أرسلنا من قبلك في قرية من نذير إلا قال مترفوها إنا وجدنا آباءنا على أمة وإنا على آثارهم مقتدون. ഇവിധം ഏത് നാട്ടിലേക്ക് നാം മുന്നറിയിപ്പുകാരെ അയച്ചപ്പോഴും അവിടുത്തെ സുബലോലുപന്മാർ ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്: ഞങ്ങൾ സ്വന്തം പൂർവികരെ ഒരു മാർഗത്തിൽ കണ്ടിരിക്കുന്നു, ആ പാരമ്പര്യം തന്നെ തുടരുകയാകുന്നു ഞങ്ങൾ. قال أولو جئتكم بأهدى مما وجدتم عليه آباءكم قالوا إنا بما أرسلتم به كافرون. ഓരോ പ്രവാചകനും അവരോട് ചോദിച്ചിട്ടുണ്ട്, പൂർവികന്മാർ നടന്നതായി നിങ്ങൾ കണ്ട മാർഗത്തേക്കാൾ നേരായ മാർഗമാണ് ഞങ്ങൾ കാണിച്ചു തരുന്നതെന്ന് വരികിലും നിങ്ങൾ ആ പാതയിൽ തന്നെ ചരിക്കുമെന്നോ? അവർ എല്ലാ ദൂതന്മാർക്കും നൽകിയത് ഇതേ മറുപടിയായിരുന്നു: നിങ്ങൾ ഏതൊരു ദീനിലേക്ക് പ്രബോധനം ചെയ്യാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവോ അതിനെ നിഷേധിക്കുന്നവരത്രേ ഞങ്ങൾ. فانتقمنا منهم فانظر كيف كان عاقبة المكذبين. ഒടുവിൽ നാം അവരോട് പ്രതികാരം ചെയ്തു, നോക്കുക തള്ളിപ്പറഞ്ഞവരുടെ പര്യവസാനം എന്തായി. അല്പമെങ്കിലും സത്യാന്വേഷണ താല്പര്യമുള്ളവർ ഇത് കേട്ടാൽ പ്രവാചക ധർമ്മം ഒന്ന് പരിശോധിച്ചു നോക്കാനും നിലവിലുള്ളതിനെയും പ്രവാചക മതത്തെയും താരതമ്യം ചെയ്യാനും പ്രേരിതമാകേണ്ടതാണ്. പക്ഷേ സത്യം നിഷേധിക്കാൻ തീരുമാനിച്ചുറച്ചവർ അങ്ങനെ ഒരു പരിശോധനയ്ക്കും തയ്യാറാവില്ല. പ്രവാചക നിയോഗത്തിലൂടെയും വേദാവതരണത്തിലൂടെയും നീണ്ട കാലത്തെ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെയും അള്ളാഹു മനുഷ്യരോടുള്ള അവൻ്റെ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്തമ താൽപ്പര്യങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞ ശേഷവും ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരുടെ ധിക്കാരത്തെ അവൻ കൊടിയ ശിക്ഷ കൊണ്ട് തിരിച്ചടിക്കുന്നു. എത്രയോ സമുദായങ്ങൾ ആ തിരിച്ചടിയേറ്റ് നശിച്ചു പോയിരിക്കുന്നു. ചരിത്രത്തിൻ്റെ താളുകളും നശിച്ചു നാമശേഷമായ നിരവധി ജനപദങ്ങളുടെ പൗരാണിക അവശിഷ്ടങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ മനസ്സിലാകും എത്ര ഭീകരവും ദാരുണവുമായിരുന്നു ആ വിനാശമെന്ന്. അത്തരം ഒരു പരിണിതി അല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ സത്യപ്രവാചകനോടും ദൈവിക സന്ദേശത്തോടും നിങ്ങളുടെ സമീപനം മാറ്റിയേ തീരൂ. അപ്പോൾ ഇതിനു മുമ്പ് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്ന സമയത്ത്
പല സമുദായങ്ങളെ, അവരെ നിഷേധിച്ച പല സമുദായങ്ങളെയും അള്ളാഹു ഈ ദുനിയാവിൽ തന്നെ നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗമന ശേഷം ഇനി ആ രീതിയിലുള്ള ഒരു നിലപാടല്ല അള്ളാഹു സ്വീകരിക്കുന്നത്. ഇനിയുള്ള ശിക്ഷ കൊച്ചു കൊച്ചു ശിക്ഷകൾ തരും, പരീക്ഷണം അതും ഇതൊക്കെ ആയിട്ട്. പക്ഷേ ഇനി പരലോകത്ത് ചെന്നിട്ടാവും ബാക്കിയുള്ളവരുടെ ശിക്ഷ അള്ളാഹു നടപ്പിലാക്കുന്നത്. وَإِذْ قَالَ إِبْرَاهِيمُ لِأَبِيهِ وَقَوْمِهِ إِنَّنِي بَرَاءٌ مِّمَّا تَعْبُدُونَ. ഇബ്രാഹിം തൻ്റെ പിതാവിനോടും സ്വജനത്തോടും പറഞ്ഞതോർക്കുക, നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന മൂർത്തികളിൽ ഞാൻ തികച്ചും വിരക്തനാകുന്നു. എന്നെ സൃഷ്ടിച്ചവനോട് മാത്രമേ ഇല്ലല്ലദീ ഫതറനീ ഫഇന്നഹു സയഹ്ദീൻ, എന്നെ സൃഷ്ടിച്ചവനോട് മാത്രമേ എനിക്ക് കൂറുള്ളൂ, തീർച്ചയായും അവൻ എന്നെ മാർഗദർശനം ചെയ്യും. വജഅലഹാ കലിമതൻ ബാഖിയതൻ ഫീ അഖിബിഹി ലഅല്ലഹും യർജിഊൻ. ഇതേ വചനത്തെ ഇബ്രാഹിം തൻ്റെ അനന്തര സന്തതികളിലും അവശേഷിപ്പിച്ചു, അവർ ഇതിലേക്ക് മടങ്ങുന്നതിനു വേണ്ടി. പൂർവികരെ അനുകരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവർ ശരിയായ മാർഗത്തിൽ തന്നെ ആയിരുന്നുവോ അല്ലേ എന്ന് കണ്ണു തുറന്ന് നോക്കേണ്ടതുണ്ട് എന്നതായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ നിലപാട്. ബുദ്ധിയുടെയും ന്യായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ആ മാർഗം തെറ്റായിരുന്നുവെന്ന് കണ്ടാൽ നിസ്സങ്കോചം അത് വർജിച്ച് തെളിവുകളിലൂടെ ശരിയെന്ന് വെളിപ്പെട്ട മാർഗം സ്വീകരിക്കാൻ തയ്യാറാവുക തന്നെ വേണം. മനുഷ്യനെ സൃഷ്ടിച്ചതാരാണോ അവൻ തന്നെയാണ് അവൻ്റെ ജീവിതത്തിന് വഴി കാണിച്ചു കൊടുക്കേണ്ടത് എന്നത് സാമാന്യ ബുദ്ധിക്ക് അനായാസം മനസ്സിലാകുന്ന ലളിതമായ ന്യായമാവുന്നു. സൃഷ്ടാവായ സാക്ഷാൽ ദൈവത്തെ എല്ലാ ബഹുദൈവ വിശ്വാസികളും വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അവനോടൊപ്പം മറ്റു കുറേ വ്യാജ ദൈവങ്ങളെയും ആരാധിക്കുന്നു എന്നതാണ് അവരുടെ കുറ്റം. അപ്പോൾ ഇബ്രാഹിം നബി പറയുന്നത്, നിങ്ങളുടെ ആരാധ്യരിൽ സാക്ഷാൽ ആരാധ്യനൊഴിച്ചുള്ള വ്യാജ ആരാധ്യന്മാരോടെല്ലാം എനിക്ക് വിരക്തിയും വിരോധവുമാണ്. അവരെയെല്ലാം നിശേഷം തള്ളിക്കളഞ്ഞ് സാക്ഷാൽ ദൈവത്തെ, അള്ളാഹുവിനെ മാത്രമേ ഞാൻ ആരാധിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിലും ചെറിയ ശിർക്കുകൾ വന്ന് ചേരാതെ നമ്മൾ സൂക്ഷ്മത കൈവരിക്കേണ്ടതുണ്ട്. അമിതമായ സ്നേഹവും കൂടുമ്പം അതൊരു ആരാധനയായി മാറും. അങ്ങനെയാണ് ഈസാ നബിയെയും അവർ ആരാധിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അള്ളാഹുവിൻ്റെ റസൂലാണ്. ആരും റസൂലിനെ നമ്മൾ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. നമ്മുടെ നെഞ്ചോട് ചേർത്ത് റസൂൽ നമുക്കൊരു റോൾ മോഡലാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും റസൂൽ നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു പ്രവാചകനെ അയച്ചത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ റസൂലിനെ അങ്ങനെ അനുസരിക്കാനാണ് റസൂൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അള്ളാഹു റസൂലും പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമ്മൾ സ്നേഹം കൂടി ആരാധനയുടെ ലെവലിലേക്ക് എത്താൻ പാടില്ല. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം വിശുദ്ധനും മഹനീയനും സന്മാർഗിയുമായത് പൂർവ്വപിതാക്കളെ അന്ധമായി പിന്തുടർന്നുകൊണ്ടല്ല, പൂർവികരെ അന്ധമായി അനുകരിക്കുന്ന സ്വന്തം പിതാവിനെയും സമുദായത്തെയും ധിക്കരിച്ചുകൊണ്ടും പരിത്യജിച്ചുകൊണ്ടുമാകുന്നു. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്. ഇബ്രാഹീമിലും കൂടെ ഉണ്ടായിരുന്നവരിലും തീർച്ചയായും നിങ്ങൾക്ക് വിശിഷ്ട മാതൃകയുണ്ട്. ബൽ മത്തഅതു ഹഉലാഇ വആബാഅഹും ഹത്താ ജാഅഹുമുൽ ഹഖ് വറസൂലും മുബീൻ. ഞാൻ അവർക്കും അവരുടെ പൂർവികർക്കും ജീവിത വിഭവങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അങ്ങനെ സത്യവും അത് വ്യക്തമായി വിവരിച്ചു കൊടുക്കുന്ന ദൈവദൂതനും അവരിൽ വന്നെത്തി. വലമ്മാ ജാഅഹുമുൽ ഹഖ് ഖാലു ഹാദാ സിഹ്റുൻ വഇന്നാ ബിഹി കാഫിറൂൻ. സത്യം വന്നെത്തിയപ്പോഴോ
ഇതൊരു ആഭിചാരം, ഇത് വിശ്വസിക്കാൻ ഞങ്ങൾ ഒരുക്കമില്ല എന്നത്രേ അവർ ഘോഷിച്ചത്. അപ്പോൾ നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ മക്കൾ അല്ലേ, ഇസ്രായേലരും ഇസ്മായിലരും. അപ്പോൾ ഇസ്രായേലരിൽ നിന്നാണ് അധികം പ്രവാചകന്മാർ വന്നത്. അപ്പോൾ ആദ്യം അവരിൽ നിന്ന് വന്ന ഇസ്രായേലരും സഹോദര സമുദായങ്ങളും ഇബ്രാഹിമി പാരമ്പര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടിരുന്നു. ഇസ്രായേലർ വഴിപിഴച്ചപ്പോഴൊക്കെ അവരെ ഇബ്രാഹിമി ദർശനത്തിലേക്കുണർത്താനും അതിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും പ്രവാചകന്മാർ ആഗതരായി. പ്രവാചകന്മാരിലൂടെ അടിസ്ഥാനപരമായി തൗഹീദ് അവരിൽ നിലനിന്നു. ഇസ്രായേലർ മുഴുവൻ വിഗ്രഹാരാധകരായി തീർന്ന അവസ്ഥ ഉണ്ടായില്ല. ഇസ്രായേലരെ പോലെ ഇസ്മായിലരും, അതായത് അറബികൾ, കാലക്രമത്തിൽ ഇസ്മായിൽ നബി പഠിപ്പിച്ച ഇബ്രാഹിമി ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചു. അപ്പോൾ അള്ളാഹു എല്ലാ പ്രവാചകന്മാരിലും കൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് തൗഹീദ് തന്നെയാണ്. അതിൽ നിന്നും ഓരോരുത്തർ വ്യതിചലിക്കും തോറും അള്ളാഹു ആ സമുദായം മൊത്തത്തിൽ വ്യതിചലിക്കുമ്പോൾ അടുത്ത പ്രവാചകനെ അയച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇസ്മായിലരിൽ നിന്നാണ് അറബികളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത്. ഇസ്മായിൽ നബിയുടെ പിന്മുറക്കാരായി ഖുറൈശികൾക്ക് അള്ളാഹു ധാരാളം ജീവിത സൗകര്യങ്ങൾ നൽകി. വ്യാപാര പ്രവർത്തനങ്ങളിലൂടെ അവർ സമ്പന്നരായി. കഅബയുടെ പരിചാരകർ എന്ന നിലയ്ക്ക് മറ്ററബികൾ അവരെ ആത്മീയ ആചാര്യന്മാരായും നേതാക്കളുമായി ആദരിച്ചു. വാസ്തവത്തിൽ ഈ സൗഭാഗ്യങ്ങൾ അവരെ ഷിർക്കിൽ നിന്നും ജാഹിലിയത്തിൽ നിന്നും തടയേണ്ടതായിരുന്നു. പക്ഷേ സൗഭാഗ്യങ്ങളിൽ മതിമറന്ന ഖുറൈശികൾ തങ്ങളുടെ ഇബ്രാഹിമി പൈതൃകത്തിൻ്റെ യാഥാർത്ഥ്യം ഓർക്കാനോ അതിലേക്ക് മടങ്ങാനോ തയ്യാറായില്ല. അവരെ ആചാര്യന്മാരായി ആദരിച്ചിരുന്ന ഇതര ഗോത്രങ്ങൾ അക്കാര്യത്തിൽ അവരെ അനുകരിക്കുകയും ചെയ്തു. ഇങ്ങനെ തലമുറകൾ പലതും കഴിഞ്ഞുപോയി. അപ്പോൾ പലപ്പോഴും കഴിവ് കൂടിയ അവരുടെ തലപ്പത്തുള്ള പ്രമാണിമാരെയാണ് പലപ്പോഴും ആൾക്കാർ അനുസരിച്ച് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് മുകളിലുള്ളവർ വഴിതെറ്റുമ്പം അവരുടെ കീഴിലുള്ളവരും അതേ പാത തന്നെ പിന്തുടർന്നു പോകും. ഇപ്പോൾ സത്യവും അത് പ്രബോധനം ചെയ്യുന്ന ദൈവദൂതനും അവരിൽ സമാഗതമായിരിക്കുകയാണ്. അൽ ഹക്ക് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനാവും. സത്യവും അസത്യവും ധർമ്മവും അധർമ്മവും നീതിയും അനീതിയും ഒക്കെ ഒരു സന്ദേഹവും ഇല്ലാത്ത വിധത്തിൽ വ്യക്തമായി അള്ളാഹു ഖുർആനിലൂടെ വേർതിരിച്ചു കാണിച്ചു തന്നു, റസൂലിലേക്ക് അയക്കുകയും. ഈ പ്രവാചകന്റെ പവിത്ര സംസ്കാരവും അദ്ദേഹം പ്രബോധനം ചെയ്യുന്ന വേദവും ഖുറൈശികളെ യഥാർത്ഥ ഇബ്രാഹിമി സംസ്കാരം ഓർമ്മിപ്പിക്കേണ്ടതും അതിലേക്ക് മടങ്ങാൻ പ്രേരിപ്പിക്കേണ്ടതുമായിരുന്നു. വിചിത്രമെന്ന് പറയട്ടെ, പരമസത്യം തങ്ങളിൽ സമാഗതമായപ്പോൾ ഇത് കേവലം ആഭിചാരമാണെന്നും ഞങ്ങൾ ഈ ദീനിനെ അസന്ദിഗ്ധമായി തള്ളിക്കളയുമെന്നും നിസ്സങ്കോചം ഘോഷിക്കുകയാണ് അവർ ചെയ്തത്. നേരത്തെ തലമുറകളിലൂടെ കൂടിയ ജാഹിലിയത്തിൽ അറിയാതെ അമർന്നു പോവുകയായിരുന്നുവെങ്കിൽ ഇപ്പോഴവർ ജാഹിലിയത്തിനെ സ്വന്തം ജീവിത സരണിയായി ബോധപൂർവം തിരഞ്ഞെടുക്കുകയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾപ്പിക്കുന്നത് ആഭിചാര മന്ത്രങ്ങളല്ലെങ്കിൽ അയാൾ രചിച്ച കവിതകളാകാം, അതുമല്ലെങ്കിൽ പുരാണ കഥകളാകാം. എന്തായാലും ഞങ്ങൾ അതിന് യാതൊരു പരിഗണനയും നൽകാതെ തള്ളിക്കളയുന്നു എന്നാണ് ഇന്ന ബിഹി കാഫിറൂൻ എന്ന വാക്യത്തിൻ്റെ താല്പര്യം. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഖുർആൻ പഠിക്കുന്നു, ഇത് വെറുതെ ഒരു പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതാകരുത്. നമ്മളിൽ ഒരു കറക്ഷൻ, ഓരോ ആയത്തും എല്ലാം നമ്മളുമായിട്ട് ശരിക്കും റിലേറ്റഡ് ആണ്, എല്ലാ ആയത്തും. അല്ലാതെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം പഴയ കഥകളും ഖുറൈശികളുടെ കാര്യങ്ങളും പറയല്ല. നമ്മളിൽ ഇതിലെന്ത് മാറ്റമാണ് ഓരോ ആയത്തും കൊണ്ടും നമ്മൾ ഉണ്ടാക്കേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അവർ ജാഹിലിയ കാലത്ത് അറിയാതെ അവർ വഴിതെറ്റി പോവുകയാണെങ്കിൽ അത് അവരുടെ കുറ്റമില്ല. എങ്കിൽ പക്ഷേ അള്ളാഹു ഖുർആൻ ഇറക്കി. അപ്പോൾ പിന്നീട് അവർ അറിയാതെയാണ്, അത് മനസ്സിലാക്കാതെ വഴിതെറ്റി പോകുന്നത്. അതൊരു എക്സ്ക്യൂസായിട്ട് അള്ളാഹുവിനോട് പറയാൻ പറ്റില്ല. കാരണം അള്ളാഹു നമുക്ക് വ്യക്തമായ ഒരു ഗ്രന്ഥം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കൽ നമ്മുടെ ബാധ്യതയാണ്. എന്നിട്ടും നമ്മൾ വഴിതെറ്റി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പഠിച്ചവൻ നമ്മളെല്ലാവരെയും നമ്മുടെ എല്ലാ വിധ ന്യൂനതകളും അശ്രദ്ധകളും എല്ലാം മാറ്റി നേരായ വഴിയിൽ ചരിക്കാൻ അത് നമ്മളെ സഹായിക്കട്ടെ. അപ്പോൾ നമ്മളുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ
നമുക്കറിയാം കൊച്ചു കുട്ടികൾ ബാക്കിയുള്ളവരെ ശരിക്കും ഇമിറ്റേറ്റ് ചെയ്യും. നമ്മളറിയാതെ ശരിയാണോ തെറ്റാണോ എന്നുള്ള തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ കണ്ടു പഠിച്ച നമ്മുടെ ഇത് സറൗണ്ടിങ്സിൽ നിന്നെല്ലാം കണ്ടുപഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ തിരിച്ചറിവ് ആകുന്ന പ്രായം, ഇപ്പം വളരെ നേരത്തെ തന്നെ കുട്ടികൾക്ക് തിരിച്ചറിവുണ്ടാകുന്നുണ്ട്. ആ പ്രായമാകുമ്പോൾ എല്ലാവരും ഒന്ന് റീകണ്ടീഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് കുറച്ചൊക്കെ അൺലേൺ ചെയ്യാനും മോഡിഫൈ ചെയ്യാനും ഒക്കെ ഉണ്ടാവും. അത് നമുക്ക് ഏത് പ്രായത്തിലും നമുക്ക് പുതിയത് ശീലങ്ങൾ നമ്മളിൽ ലൈഫിലുണ്ടാക്കാം. മോശമായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മാറ്റിത്തിരുത്തലുകൾ വരുത്താനും ഒക്കെ പറ്റും, ഏത് പ്രായത്തിലാണെങ്കിലും. അപ്പോൾ പ്രായം കൂടും തോറും അതിന് കുറച്ച് കൂടുതൽ ടൈം എടുക്കുകയും റിപ്പീറ്റഡ്ലി നമ്മളത് ട്രൈ ചെയ്യുകയും അത് കേൾക്കുകയും അങ്ങനെ നമുക്ക് ലൈഫിൽ അത് മാറ്റം വരുത്താൻ പറ്റും. അതേസമയം ഏർലി സ്റ്റേജ് ആണെങ്കിൽ അത് ഭയങ്കര ഈസി ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പം മസ്റ്റായിട്ടും നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, അറിയാതെ നമ്മളിൽ കുറേ ശീലങ്ങൾ വന്നു പോയിട്ടുണ്ട്. മോശമാകാം, ഭാഗ്യത്തിന് കുറേ നല്ലത് നമുക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ മോശമായിട്ടുള്ള ശീലങ്ങൾ നമ്മളത് ആദ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, റിയലൈസ് ചെയ്യുക, അവെയർനെസ് നമുക്ക് ഉണ്ടാവുക. ഇതെനിക്കത് മാറ്റം വരുത്തണം, സ്വമേധയാ നമുക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാവുക. എന്നിട്ട് അതിനു വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുക. അതിനാണ് അള്ളാഹു നമുക്ക് ഖുർആൻ ഇറക്കി തന്നിരിക്കുന്നത്. അത് ഏത് പ്രായത്തിലും വളരെ ഈസി ആയിട്ട് നമുക്ക് മാറ്റത്തിരുത്തലുകൾ വരുത്താൻ പറ്റും. അങ്ങനെയാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച് തന്നിരിക്കുന്നത്. അതിലൂടെ നമ്മൾ പോകണം. ഒന്നും അല്ലെങ്കിലും ഇപ്പോൾ നമുക്കിപ്പോൾ പിശുക്ക് എന്നുള്ളൊരു സ്വഭാവം വന്നിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ആയത്തുകളുണ്ട്. അപ്പോൾ ആയത്തും ഹദീസും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മാനക്കേടുകളും മാനസിക സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും എന്താണെന്നും പറഞ്ഞു തരും. ഇനി അത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനുണ്ടാകുന്ന സന്തോഷം എന്താണ് അതും പറഞ്ഞു തരുന്നുണ്ട്. അതുകൂടാതെ നമുക്കൊരു തവക്കൽ എന്ന് പറഞ്ഞൊരു സ്വഭാവം ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തെല്ലാം സ്ട്രെസ്സാണ്. ആ തവക്കൽ നമ്മൾ ലൈഫിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എത്ര ഫ്രീ ആകും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഖദറിലുള്ള വിശ്വാസമാണെങ്കിലും നമുക്ക് ഒരുപാട് റിലീഫ് തരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വളരെ നേരത്തെ തന്നെ നമ്മളത് അപ്ലൈ ചെയ്യുന്തോറും നമ്മുടെ ലൈഫ് കൂടുതൽ ഈസി ആവുകയും നമുക്ക് ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആവുക സാധിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മളുടെ ടൈമും എനർജിയൊക്കെ വെറുതെ വേസ്റ്റ് ആവും. കൂടാതെ നമ്മൾ പാരൻസ് എന്ന നിലയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കൊച്ചു കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ കാണിക്കുന്നതെല്ലാം അവർ കണ്ടു പഠിക്കുന്നതാണ്. അപ്പോൾ അവർ കണ്ടു പഠിക്കുന്നത് നല്ലതിൻ്റെ അംശവും നമുക്ക് കിട്ടും. അവരെ നമ്മളെ കണ്ടു പഠിച്ച അവർ ചെയ്യുന്ന ചീത്ത അതിൻ്റെയും ഒരു പങ്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അത് നമ്മൾ സൂറത്ത് യാസീനിൽ പഠിച്ചിട്ടുള്ളതാണ്. ആസായിരിക്കും അവരുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ദോഷങ്ങൾ. അപ്പോൾ അത് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ശ്രദ്ധിച്ച് വേണം നമ്മൾ കുട്ടികളെ വളർത്താൻ. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അതിൽ മെയിൻ നമ്മളിൽ അള്ളാഹു ഉത്തരവാദിത്വം തന്നിരിക്കുന്ന പുതിയൊരു സമൂഹത്തെ എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിൽ അർപ്പിതമായ ആ ബാധ്യതയാണ് നമ്മൾ വേണ്ട വിധത്തിൽ നിർവഹിക്കേണ്ടത്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.